ഇത് ഞാൻ നാട്ടിലുണ്ടായിരുന്നപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. ശ്രീമോളുടെ കൂടെ നമ്മൾ നാട്ടിൽ തന്നെ ഉള്ളൊരു ഹോസ്പിറ്റലിൽ പോവാണ് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മഴയേ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങൾ ഇത് അങ്ങാടിയിൽ എത്തിയപ്പോഴേക്കും മഴ കാരണം നമുക്ക് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. നമ്മളൊരു കടേൻ്റെ മുന്നിലാണ് കയറിയത്. ഞാനാണെങ്കിൽ പതിവിൽ വിപരീതമായിട്ട് എന്ത് ഷൂ ഒക്കെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. എങ്ങനെ ഇതിലൂടെ നടന്നു പോകുമെന്ന് ആലോചിച്ചിട്ട് മേലോട്ട് നോക്കി നിൽക്കുമായിരുന്നു. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും, റോഡെല്ലാം കൂടെ തോട് പോലെ ആയിട്ടുണ്ടായിരുന്നു. ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് ഞങ്ങളിത് സൈഡിൽ നിന്ന് മഴ ആസ്വദിക്കുക. അതിൻ്റെ ഇടയിലൂടെ മിന്നലും അടിക്കുന്നുണ്ട്. അവസാനം എങ്ങനെയൊക്കെയോ നീന്തി കടന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അവൾ മാത്രമേ ഉള്ളിൽ കയറിയുള്ളൂ. മൊത്തത്തിൽ നനഞ്ഞുകൊണ്ട് ഞാൻ പുറത്ത് തന്നെ നിൽക്കുമായിരുന്നു. അവസാനം മരുന്നൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ചും നടന്നു തന്നെയാണ് പോയത്. കാരണം മഴ കൊണ്ട് ഒരു ഓട്ടോ പോലും ആ സ്റ്റാൻഡിലൊന്നും ഉണ്ടായിരുന്നില്ല. തണുത്ത് വിറച്ചാണ് ഞങ്ങൾ വീട്ടിലെത്തിയത്. അതുകൊണ്ട് കയറി ചെന്ന പാടെ ഞങ്ങളൊരു കട്ടൻ ചായ അങ്ങോട്ട് ഉണ്ടാക്കി വരുമ്പോൾ ഞങ്ങൾ പപ്സും കട്ട്ലറ്റും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആസ്വദിച്ച് ചായ കുടിച്ചു. ഞാൻ വന്നത് പ്രമാണിച്ച് കസിൻസൊക്കെ ഇന്ന് എൻ്റെ വീട്ടിലാണ് കേട്ടോ സ്റ്റേ. മഴ കാരണം കറണ്ട് പോയതുകൊണ്ട് ഇരുട്ടത്താണ് ഞങ്ങൾ കുക്കൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ ഡാൻസും പാട്ടും ഒക്കെ നടക്കുന്നുണ്ട്. ഒരു സൈഡായിട്ട് കുക്കിങ്ങും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നല്ല വൈബായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കഷ്ടപ്പെട്ട് ചിക്കൻ കറിയൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അങ്ങനെ ചിക്കൻ കറി ആയതോടുകൂടി ഞങ്ങൾ അടുക്കള ക്ലോസ് ചെയ്തു. എന്നിട്ട് ഇരുട്ടത്ത് തന്നെ ഫുഡും കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ഒരു വിളക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കറണ്ട് പോകുന്നു ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളിതാ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടായിരുന്നു, ബ്രെഡ് ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു. ഇതൊക്കെ കൂട്ടി നല്ല ആസ്വദിച്ച് ഫുഡ് കഴിച്ച് നമ്മൾ നേരെ ചീട്ട് കളിക്കാനാണ് കേട്ടോ പോയത്. കറണ്ട് ഇല്ലാത്തത് കൊണ്ടും നല്ല തണുപ്പുള്ളത് കൊണ്ട് ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ എൻ്റർടൈൻമെൻറ്റ്. പിന്നെ ഞങ്ങൾ എപ്പോഴാണ് കിടന്നുറങ്ങിയതെന്നും ഒരു ഐഡിയ ഇല്ല. പിറ്റേ ദിവസം രാവിലെ എണീറ്റ് എല്ലാവരും അവരവരുടെ വീട്ടിൽ പോയി. 2 ദിവസം കഴിഞ്ഞ് ഞാനും തിരിച്ചു പോവുകയാണ്. അത് ഓർക്കുമ്പോഴാണ് ഒരു സങ്കടം.